സർവേശ്വരി നമഃ. ജീവിതം എപ്പോഴും ഈ നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കാലം ഓർമ്മയും ഭാവി കാലം ഭാവനയും മാത്രമാണ്. തിടുക്കം സ്വാഭാവികമാകുമ്പോൾ ഈ നിമിഷത്തിൽ മനസ്സ് നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. ഉടനെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങളെക്കുറിച്ചുള്ള വേവലാതിയാണ് തിടുക്കമെന്ന് പറയുന്നത്. വൈകി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയത്തിന് ജോലിക്ക് കയറാൻ വേണ്ടി ഒരാൾ ട്രെയിനിൽ കയറി. ഇപ്പോൾ ട്രെയിനിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് കാരണം മനസ്സ് കൂടുതൽ ചഞ്ചലമാവുകയേ ഉള്ളൂ. ഇപ്പം ഇങ്ങനത്തെ തിടുക്കം കാരണം തോൽവിയും തെറ്റുകളും സംഭവിച്ചേക്കാം. അതുമാത്രമല്ല, തിടുക്കം കൂട്ടി ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ടെൻഷൻ കൂടും. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ സംഭവിച്ച ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. BSc പാസ്സായ ശേഷം ജോലിക്കാർ ഒരു ഇൻ്റർവ്യൂ വന്നു. എനിക്ക് ഒരു മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓഫീസർ കുറേ ചോദ്യം ചോദിച്ചു. എല്ലാം ലളിതമായിട്ട് ചോദ്യം. എവിടെ നിന്ന് വരുന്നു, കുടുംബത്തിൽ എത്ര പേരുണ്ട്, ഇങ്ങനെ വീട്ടുകാരെയും ചോദിച്ചു. ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചില്ല, ഒരു ചോദ്യവും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജോലിക്ക് വേണ്ട ആൾക്കാർ ആൾറെഡി എടുത്തു കാണും. ചുമ്മാ ഒരു കാട്ടിക്കൂട്ടുവാണ്, ഒരു അയഭാഷ വിചാരിച്ച് ഒരു വിഷമം തന്നു. അപ്പോൾ ജോലിക്ക് ആളെടുത്തു, എനിക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ വന്നു. ഉടനെ അടുത്ത കാര്യം ചെയ്യണമല്ലോ, ഇതെന്തായാലും കിട്ടില്ല, ഇനി അടുത്ത കാര്യം ചെയ്യണം, പിന്നെ വൈകുന്നേരം ട്രെയിൻ പിടിക്കണം, തിരിച്ച് വീട്ടിലേക്ക് വരണം, അങ്ങനെയൊക്കെ തീർക്കാണ്ട് മനസ്സ് വർത്തമാന കാലത്ത് നിർത്താൻ പറ്റിയില്ല മനസ്സിന്. അപ്പോൾ ഇദ്ദേഹം അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഓഫീസർ. ഈ തവളയുടെ ഹൃദയം തവളയുടെ ഏത് ഭാഗത്താണ് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടത്ത് ഭാഗത്താണെന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയം ഇടത്ത് ഭാഗത്ത്. അപ്പോൾ ഞാൻ തവളയുടെ ഹൃദയം ഇടത്ത് ഭാഗത്താണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ താങ്ക്സ്, നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ അറിയിച്ചിട്ടില്ല. ഇനി വയസ്സ് 65, ഇനിയിപ്പോൾ അറിയിക്കാനാ? അപ്പോൾ കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ പിന്നെ മനസ്സിലാക്കിയത് തവളയുടെ ഹൃദയം ഇടത് ഭാഗത്തല്ല, നടുക്കിലാണിത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതുമാത്രമല്ല, ഈ BSc പഠിക്കുമ്പോൾ സുവോളജി സബ്ജക്റ്റായിരുന്നു എൻ്റെ, സുവോളജി. അതിൽ ഒരുപാട് തവളകളെ ഞാൻ മുറിച്ചിട്ടുണ്ട്. തവളകളെ മുറിച്ച് ബ്ലഡ് വെസൽ എടുത്തിട്ടുണ്ട്, എല്ലെടുത്തിട്ടുണ്ട്, ഹൃദയം എടുത്തിട്ടുണ്ട്, ഇത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ എന്നാലും ആ സമയത്ത് ശരിക്കുള്ള ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം അടുത്ത് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, ഇങ്ങനെ തിടുക്കം, അതുകൊണ്ടുള്ള ടെൻഷൻ, ഇങ്ങനെയെല്ലാം അശ്രദ്ധയെല്ലാം കൂടെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതശൈലിയാകുമ്പോൾ തോൽവിയും തെറ്റുകളും ഒരുപാട് സംഭവിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, നമ്മുടെ മനസ്സിനാണ് നമ്മൾ ശരിയാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ മനസ്സാണെങ്കിൽ ചിന്താകുഴപ്പം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അർജുനൻ്റെ കാര്യം എടുക്കാം. അർജുനൻ ഇതാ സംഭവിച്ച കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് തയ്യാറായി വന്ന് ശംഖ് മുഴക്കിയ ശേഷമല്ല ഇതിൻ്റെ ധർമാധർമ്മങ്ങളെക്കുറിച്ചും പാവപുണ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്ത് ഫലമില്ലാതെ വന്നപ്പോഴാണ് യുദ്ധം വേണ്ടി വന്നത്. അപ്പോൾ അത് യുദ്ധം ചെയ്യാനുള്ള സമയമാണ്. അമ്മ പറയാനുള്ള പോലെ പ്ലാൻ വരയ്ക്കുമ്പോൾ, ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ ആ പ്ലാനിൽ ശ്രദ്ധിക്കുക, പ്ലാൻ വരയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക. കെട്ടിടം കെട്ടുന്നതിൽ ശ്രദ്ധിക്കുക. കെട്ടിത്തുടങ്ങിയ ശേഷം പകുതിയായി കഴിയുമ്പോൾ പ്ലാൻ മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കാര്യക്ഷമമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് സമാധാനം എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. അണക്കെട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം കുറയുമെന്നതുപോലെ തിടുക്കം കൊണ്ട് ചഞ്ചലമായ മനസ്സിന് സുഖമോ പ്രവൃത്തിയിൽ ഏകാഗ്രതയോ ഉണ്ടാവുകയില്ല. ധ്യാന പരിശീലനത്തിലൂടെ ശാന്തമായ മനസ്സിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏറ്റവും വേഗം തെളിയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കാര്യക്ഷമമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് സമാധാനം എന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. തിടുക്കമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.
ഒരു കഥ ഓർമ്മ വരുന്നു. പുരാണങ്ങളിൽ നകുഷൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രസ്ഥാനത്തിനുള്ള യോഗ്യതയായി കിട്ടി. ആ നകുഷൻ എന്ന് പറഞ്ഞ രാജാവിന് ഇന്ദ്രനാകാനുള്ള യോഗ്യത കിട്ടി. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രന് വൃത്രാസുരൻ പറഞ്ഞ അസുരനെ കൊന്ന ഒരു പാവം കാരണം ഇന്ദ്രന് ഇന്ദ്ര പദവി നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ നകുഷനാണ് അടുത്ത ഇന്ദ്രനാകുന്നത്. അപ്പോൾ നകുഷൻ ഇന്ദ്രനായപ്പോൾ ഇന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണി, അല്ലെങ്കിൽ സച്ചി എന്ന് പറയും, സച്ചി, അവളെ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹം വന്നു. അപ്പോൾ ഈ എന്താ പറയുക, തൻ്റെ ആഗ്രഹം ഇന്ദ്രാണിയെ അറിയിക്കുന്നു, ആര്, നകുഷൻ. അപ്പോൾ ഇന്ദ്രാണി ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണ് ഇത് ഒഴിവാക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മാവിനോട് വഴി പറഞ്ഞു കൊടുക്കുന്നു. അതായത് നകുഷൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണം, അത് നല്ല ഗംഭീരമായ രീതിയിൽ വരണം. നിങ്ങൾ ഇന്ദ്രനല്ലേ, അടുത്ത് ഗംഭീരമായ രീതിയിൽ വരണം. വിഷ്ണു ശിവനെക്കാട്ടിലൊക്കെ ഗംഭീരമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണം. പല്ലക്കിൽ വരണം. ആ പല്ലക്ക് സപ്തഋഷികളുണ്ടല്ലോ, അവർ കൊണ്ട് ചുമപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയും ഇന്ദ്രാണിയെ കരസ്ഥമാക്കണം. ആ തിടുക്കം ഇദ്ദേഹത്തിന്, ആ നകുഷന് എങ്ങനെയെങ്കിലും അവൾ കയ്യിലാക്കണം, ഇന്ദ്രാണിയെ കയ്യിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സപ്തഋഷികൾ പല്ലക്ക് തൂക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ അത് ഒരു ഋഷി അഗസ്ത്യനാണ്. അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞ ഒരു ഋഷിയാണ് അഗസ്ത്യൻ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം പിടിക്കുന്നത്, പല്ലക്ക് പൊക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്ലോ ആയിട്ട് നടക്കുന്നു, വളരെ കുറച്ച് പതുക്കെ നടക്കുന്നു. ആൾ പൊക്കം കുറവല്ലേ, ബാക്കിയുള്ള ഋഷിമാരെ പോലെ അത്രയും സ്റ്റെപ്പ്, എത്ര നീളത്തിലുള്ള സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തിടുക്കം കൂടിയിട്ട് ഈ നകുഷൻ എന്ത് പറയുന്നു, സർപ്പ എന്ന് അദ്ദേഹത്തെ കാലുകൊണ്ട് ചവിട്ടുന്നു. ആര്, ഈ അഗസ്ത്യന് നകുഷൻ സർപ്പ എന്ന് കാലുകൊണ്ട് ചവിട്ടുന്നു. സർപ്പ പറഞ്ഞ് രണ്ട് അർത്ഥമുണ്ട്. സർപ്പ പറഞ്ഞ പാമ്പ്, ഇനിയൊന്ന് വേഗം പോ എന്ന് പറയുന്നു. അപ്പോൾ അഗസ്ത്യമുനിയല്ലേ, അദ്ദേഹത്തിന് കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ ശാപം കൊടുത്തു, ഇനി ഭൂമിയിൽ സർപ്പമായിട്ട് ജനിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. അങ്ങനെ നകുഷൻ ഒരു വനത്തിൽ ഒരു പെരുമ്പാമ്പായിട്ട് കുറേ കൊല്ലം കഴിയേണ്ടി വന്നു. പിന്നെ ശാപമോക്ഷം കിട്ടി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ തിടുക്കം കാരണം ആ ഇന്ദ്ര പദവി പോലും നഷ്ടപ്പെട്ടു പുള്ളിക്ക്. അപ്പോൾ ആരായാലും ജീവിതത്തിൽ വെടിയേണ്ട ഒരു കാര്യമാണ് ഈ തിടുക്കം എന്ന് പറയുന്നത്.